നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനോഹരേട്ടാ, അമ്മ അവിടെ കിടന്ന് ഭയങ്കര ബഹളം വെക്കുക. കൂട്ടിയിടണോ അമ്മേ? മനോഹരേട്ടൻ തമാശ വിട്ടെ. ആധാരത്തിന്റെ കാര്യത്തിൽ അമ്മ വല്ലാതെ വയലന്റാ. ഓ, അമ്മയായിപ്പോയി. വല്ല ആനയായിരുന്നെങ്കിൽ മയക്കുപൊടി വെച്ച് തിളക്കായിരുന്നു. ഞാനിപ്പോ എന്നാ വേണമെന്ന് പാർവതി പറയുന്നേ? മനോഹരേട്ടാ, ആധാരത്തിന്റെ കാര്യത്തില് ഏതാണ്ട് നിലവിട്ട പെരുമാറ്റ ചില സമയത്ത് അമ്മയുടേത്. ആ സമയത്ത് അമ്മയുടെ സമനില തെറ്റിയോന്ന് പോലും നമുക്ക് ഭയം തോന്നും. രാത്രിയിൽ ഉറക്കമൊന്നുമില്ല. ഏത് കടലാസ് കണ്ടാലും അത് ആധാരമാണെന്ന് പറയും. എനിക്ക് വല്ലാത്ത പേടിയുണ്ട് മനോഹരേട്ടാ. അമ്മയും നമുക്കൊരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചാലോ? അയ്യോ, എന്നിട്ടെന്തിനാ ആ സൈക്യാട്രിസ്റ്റിനോട് ഭ്രാന്താകാൻ? മനോഹരേട്ടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ആധാരത്തിന്റെ കാര്യത്തില് മനോഹരേട്ടൻ എന്തെങ്കിലും ചെയ്യുന്നു തോന്നിയേ തന്നെ അമ്മയുടെ മനസ്സൊന്ന് അടങ്ങും. മനോഹര, എന്നാ അമ്മേ? ആ 15 സെന്റ് സ്ഥലത്തെ നമുക്കൊരു 3 നില കെട്ടിടം അങ്ങ് പണിയാം. താഴത്തെ നില കടമുറികളാക്കാം. എന്തെങ്കിലും കച്ചവടം നമുക്കും ചെയ്യാം. 2ാമത്തെ നിലയില് നിത്യമോളും ശരത്തുമോനും താമസിക്കട്ടെ. 3ാമത്തെ നിലയിൽ നമ്മള്. അപ്പോഴേ ദേവികമ്മളെ നമ്മൾ ഇവിടെ താമസിപ്പിക്കും. ഒരു പട്ടിക്കൂടിനുള്ള സ്ഥലം കൂടി അവിടെ കാണുമോ മനോഹര? ചുമ്മാതല്ല ആമ്പിള്ളേർ ആധാരം വെച്ച് കാശും കൊണ്ട് പോയത്. നീ വല്ലതും പറഞ്ഞായിരുന്നു? അല്ല, നമുക്ക് നാളെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാന്ന് പറയുകയായിരുന്നു. പിന്നെ പലിശക്കാരനെ കണ്ട് ആധാരം വെച്ചോണ്ട് വല്ല അടയാളവും കിട്ടുമെന്ന് നോക്കാം. അമ്മ തൽക്കാലം പോയി റെസ്റ്റ് എടുക്ക. പിന്നെ അമ്മേ, അരിമുറുക്ക് ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചു. നീ വന്നെടുത്ത് അടിവാ. എടി, അരിയുണ്ട ഇരിപ്പുണ്ട്, അവലോസുണ്ട. ഹലോ ചേച്ചി, ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാ കേട്ടോ. 10 മണിയുടെ ബസ്സിന് ഇവിടുന്ന് കേറും. ശരി, നീ സ്റ്റാൻഡിൽ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ശരി ചേച്ചി. ആരായിരുന്നു രാവിലെ ദൂതുമായി വിളിച്ചത്? സാമ്പ്രാണിക്കൊടിന്നാണോ? ആണെങ്കിൽ അപ്പച്ചയ്ക്ക് എന്താ? എനിക്കൊന്നുമില്ലേ. ഇന്നലെ രാത്രിയിലല്ലേ ഇങ്ങോട്ട് വന്നത്? പിന്നെ നേരം വെളുത്ത ഉടനെ നീ എങ്ങോട്ടാ? അതൊക്കെ അപ്പച്ചി അന്വേഷിക്കുന്ന എന്തിനാ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവും. അത് പിന്നെ നീ പണ്ടേ അങ്ങനെ ആയിരുന്നല്ലോ. ചമഞ്ഞൊരുങ്ങി ടൂറ് പോകാൻ ഒരു മടിയില്ലായിരുന്നല്ലോ. അന്ന് അപ്പന്റെ കണ്ണ് വെട്ടിച്ചു പോയി, ഇന്ന് അപ്പനെ ധിക്കരിച്ചു പോകുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ എന്റെ ഭർത്താവിനെ മാത്രം ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുമുണ്ട്. മറ്റാരും അത് ഓർത്ത് വേവലാതിപ്പെടണ്ട, കേട്ടല്ലോ? കേട്ടു. എന്നു മുതലാ ഈ ഭർതൃഭക്തിയൊക്കെ തുടങ്ങിയത്? അങ്ങനെയാണെങ്കിലേ നിന്റെ പൂർവ്വചരിത്രം കൂടി പ്രിയപ്പെട്ട ഭർത്താവിനെ അറിയിക്കടി. അപ്പ കാണാം അവന്റെ തനി നിറം. ജാസ്ബായ്, ജയശങ്കർ സാർ വലിയ സന്തോഷത്തില്. 1 കോടിയല്ലേ കയ്യിലിരിക്കണേ. സത്യത്തിൽ ക്ലിനിക്ക് തുടങ്ങാനാ. ഇതൊന്നും പോരാ, ഇതൊരു തുടക്കല്ലേ. അല്ല, തുടക്കത്തിനുള്ള തുടക്കം, അത്രേ ഉള്ളൂ. ഇതേ പറഞ്ഞുള്ളൂ. സാറിന്റെ ഫോണ് വന്നു, ഞാൻ തിരിച്ചു വിളിക്കാം. സാറേ, സ്വാമി ഇതെവിടാ? ഞാൻ തൊട്ടടുത്തുണ്ട് സാറേ. ഇതെത്തി. അപ്പോ ഡാഡി എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അല്ലേ? വെല്ലുവിളിക്കാനോ? നിന്നെയോ? അതിന് നീ ആരാ? ഞാൻ ആരെങ്കിലും ആവട്ടെ. സ്വാമിയുടെ കാശുകൊണ്ട് ക്ലിനിക്ക് തുടങ്ങാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലേ എന്ന്. നിന്റെ തലയ്ക്ക് എന്തോ സാരമായ തകരാറുണ്ട്.
അല്ല അതുകൊണ്ടേ അങ്ങനെയാ. വളർത്തു ദോഷം അത്ര തന്നെ. അതെ, എന്നെ നന്നായിട്ട് വളർത്താൻ എനിക്കൊരു അമ്മ ഇല്ലാതായിപ്പോയി. അല്ല, ഇല്ലാതാക്കിയതല്ലേ. അതിനൊക്കെ ഒരു യോഗം വേണം. അപ്പന്റെയും അമ്മയുടെയും സ്വസ്ഥത കളയാനായി പിറക്കുന്ന ചില ജന്മങ്ങളുണ്ട്. നീ കേട്ടിട്ടില്ലേ ചില മക്കള് അച്ഛനമ്മമാരെയൊക്കെ വെട്ടിക്കൊന്നോന്ന്? ചിലരതിനു പകരം ഇഞ്ചിഞ്ചായി കൊല്ലും, അത്ര തന്നെ. എന്റെ നേരെ മുഖാമുഖം നിന്ന് സംസാരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവളാണ് നീ. എന്നാലും നിന്റെ ഇപ്പോഴത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അതെനിക്കൊരു സന്തോഷമാണ്. ക്ലിനിക്ക് ഞാൻ തുടങ്ങും. പിന്നെ സ്വാമിയുടെ പണം എന്നൊരു ചിന്തയൊന്നും വേണ്ട. സ്വാമി അറേഞ്ച് ചെയ്തിരുന്ന പണം, അതിന്റെ പലിശയും മുതലും ഞാൻ തന്നെ തിരിച്ചടക്കും. ആ പണം കൊണ്ട് തന്നെ ജയശങ്കർ ക്ലിനിക്ക് തുടങ്ങും. ഊട്ടിപ്പോയ എന്റെ ഹോസ്പിറ്റല് തുറക്കുകയും ചെയ്യും. ഡോക്ടർ ജയശങ്കേഴ്സ് ക്ലിനിക്. ആഹാ, അത് കൊള്ളാം. ഏതൊക്കെ ഡോക്ടർമാരുണ്ടാവും ക്ലിനിക്കില്? ഡോക്ടർ നിരഞ്ജൻ കൂടെ ഉണ്ടാകുന്നുള്ളതാണ് എന്റെ വിശ്വാസം. അത് പഴയ വിശ്വാസം. ഡാഡി, നിങ്ങൾ ഏതാണ്ടൊക്കെയാണെന്ന് അദ്ദേഹവും മനസ്സിലാക്കി കഴിഞ്ഞു. ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തുഴയും. സ്റ്റെതസ്കോപ്പ് വെച്ച് ഹൃദയമീട് പളക്കാനുള്ള വിധിയൊന്നും ജയശങ്കർ മറന്നുപോയിട്ടില്ല. ക്ലിനിക്കുള്ള കെട്ടിടത്തിന്റെ അഡ്വാൻസ് കൊടുത്തിട്ടാ സ്വാമി വരുന്നത്. അടുത്ത് തന്നെ ഉദ്ഘാടനം ഉണ്ടാവും. നിന്നെ അറിയിക്കാം. സമയമുണ്ടെങ്കിൽ വരണം. പെങ്ങള് തോൽപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ ജയശങ്കർ തോറ്റില്ല. പകരം അവള് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. ഇപ്പോ അതേ വഴിയിൽ മകളും. നോക്കാം. സിദ്ധുവിൻ്റെ ധർമ്മസങ്കടം എനിക്ക് മനസ്സിലാവും. സിദ്ധുവിൻ്റെ മനസ്സെനിക്ക് കൃത്യമായിട്ട് കാണാനും പറ്റും. സിദ്ധുവിൻ്റെ പക്ഷത്ത് തന്നെയാണ് ഞാൻ. പക്ഷേ എനിക്ക് ദേവികമോളോട് പറയാനല്ലേ മോനെ കഴിയൂ. എൻ്റെ മോന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റി വെച്ചോളാം ദേവികമോള്.